ചെങ്ങന്നൂരിൽ നിന്നും ഞാൻ മുംബൈ കുർളയിൽ വന്നിറങ്ങി. അവിടെ നിന്നും ചെമ്പൂരിലേക്ക് പോകേണ്ട എനിക്ക് ഒരു ലോക്കൽ ട്രെയിനിൻ്റെ സഹായം തേടേണ്ടിയിരുന്നു. ഈ വന്നു നിൽക്കുന്നത് ചെമ്പൂര് വഴിയാണെന്നറിഞ്ഞപ്പോൾ ഞാനും ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറി. കുറച്ചു പേർ കയറിയെടുത്ത് തന്നെ നിൽക്കുന്നു. ചിലർ ഇരിപ്പിടങ്ങൾ തേടി ഓടിയെത്തിയിരിക്കുന്നു. ആടി ഉലയുന്ന ചീറിപ്പായുന്ന ഈ ട്രെയിനിൻ്റെ സൈഡിൽ ഒരു പിടിയുമില്ലാതെ നിൽക്കുന്ന യുവാക്കന്മാർ. എത്ര മരണങ്ങൾ ഈ ട്രെയിൻ സമ്മാനിക്കുന്നു. ഞാൻ ചെമ്പൂരെത്തിയെന്നറിയാൻ വേണ്ടി ആളുകൾക്കിടയിലൂടെ നോക്കിയെങ്കിലും ബോർഡൊന്നും കാണാൻ കഴിഞ്ഞില്ല. അടുത്തു നിന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ അത് ചെമ്പൂരാണെന്ന് അറിഞ്ഞതും ഞാൻ ഇറങ്ങാൻ തിടുക്കം കൂട്ടി. ഇപ്പോഴേ ഇറങ്ങാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേഷനിലേ ചെന്നിറങ്ങാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇറങ്ങിയ ട്രെയിൻ പോകുന്നത് നോക്കി ഞാനൊരു നിമിഷം നിന്നു. ഞാൻ ചെമ്പൂർ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുകയാണ്. ഇടിച്ചു കുത്തിയുള്ള തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. ഇതിനിടയിൽ പോക്കറ്റടികൾ സർവ്വസാധാരണമാണ്. ഒടുവിൽ ഇടിച്ചു തള്ളി ഞാൻ പുറത്തു കടന്നു എന്ന് പറയാം. ഞാൻ ആദർശ് ലോഡ്ജിൽ റൂമെടുത്തു. 600 രൂപയാണ് ഒരു ദിവസത്തെ വാടക. 2 ബെഡും കറങ്ങുമെന്ന് തോന്നുന്ന ഒരു ഫാനും കാണാം. അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. ബാത്റൂമിൻ്റെ ഉൾവശം കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ഹീറ്ററുമുണ്ട്. 600 രൂപ മുതലാക്കാം. ഞാനൊന്ന് ഫ്രഷായിട്ട് തിരിച്ചിറങ്ങാൻ തുടങ്ങി. ചെമ്പൂർ ക്യാമ്പിൽ എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ കൂട്ടുകാരൻ നിൽപ്പുണ്ട്.
അവിടെ നിന്നും ഞാൻ വൈഫിന് ഒരു ചുരിദാർ വാങ്ങി. നാട്ടിലെ പകുതി വില മാത്രമേ ഇവിടെയുള്ളൂ. പൈസയും കൊടുത്ത് ചുരിദാറും വാങ്ങി ഞാൻ തിരിച്ചിറങ്ങാൻ തുടങ്ങി. അവിടെ നിന്നും നേരെ പോയത് കൂട്ടുകാരൻ്റെ റൂമിലേക്കാണ്. ചെന്നുടനെ അവൻ ചോറ് വിളമ്പാൻ തുടങ്ങി. ചെറിയൊരു റൂമിൽ. അവിടെയാണ് പാചകവും പാത്രം കഴുകുന്നതും കുളിക്കുന്നതും കിടക്കുന്നതും. വട്ടയപ്പം പോലുള്ള ചോറ് 2 പ്ലേറ്റിലായി അവൻ വിളമ്പി. ഒരു ബീഹാറിയാണ് കൂടെ താമസിക്കുന്നത്. അയാളാണ് പാചകം ചെയ്യുന്നത്. അവൻ്റെ റൂമിലേക്ക് പോകണമെങ്കിൽ ഈ പടികൾ ചവിട്ടി കയറണം. ചോറും ഒരു തോരനും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയും. അവൻ സന്തോഷത്തോടെ അത് വാരി കഴിക്കുന്നു. വീട്ടുകാരോട് തിരക്കിയാൽ വീട്ടുകാർ പറയും മോൻ ബോംബെയിലാണ്. പക്ഷേ മോൻ ബോംബെയിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആരും ചോദിക്കില്ല. ചോദിച്ചാലും ഉത്തരം അവൻ നല്ല നിലയിലാണ്, സുഖമായി ജീവിക്കുന്നു. ഈ ഒരു ചിരിയിൽ എല്ലാമുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴേക്ക് പോകുവാൻ. അവൻ പതുക്കെ ആ സ്റ്റെപ്പുകളിലൂടെ ഇറങ്ങി. ഞാനും ഇറങ്ങി. അടുക്കളയും ബാത്റൂമും ബെഡ്റൂമും എല്ലാം ഒരു കുടക്കീഴിൽ. അവൻ്റെ റൂമിൽ നിന്നും ഞാൻ യാത്ര പറഞ്ഞിറങ്ങി. 1992 വന്ന ഒരു ബീഹാറിയാണ് അവിടെ കിടക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ്റെ വഴി ഷൂട്ട് ചെയ്യാൻ അവൻ സമ്മതിച്ചില്ല. അലക്കുകയും കുളിക്കുകയും ചെയ്യുന്നതിൻ്റെ മുകളിൽ കൂടി ചാടിക്കടന്നൊക്കെ വേണം അവന് റോഡിലെത്താൻ. ഒന്ന് വലതോ ഇടതോ മാറി നടന്നാൽ ആരുടെയെങ്കിലും അടുക്കളയിലോ റൂമിലോ ആയിരിക്കും ചെന്ന് കയറുന്നത്. ആ ഇടുങ്ങിയ അന്ധകാരം പിടിച്ച വഴിയിലൂടെ ഞാൻ നടന്നു നീങ്ങി. ഒടുവിൽ ഞാൻ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചു. അവിടെ നിന്നും ഒരു ടാക്സിയിൽ ഞാൻ LTT ലോകമാന്യ തിലകിലേക്ക് പോയി. അവസാനമായുള്ള ബോംബെയിലെ യാത്രയിൽ കണ്ണിൽ കണ്ട കാഴ്ചകളൊക്കെ ഒരു കൗതുകമായി കണ്ടുകൊണ്ട് ഞാൻ നീങ്ങി. അപ്പോഴാണ് ബൈക്കിൽ 3 പിള്ളേർ ക്രിക്കറ്റ് ബാറ്റുമായി പോകുന്നത് കണ്ണിലുടക്കിയത്. ഇത് LTT ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെ തോന്നിക്കും. അകവും അതുപോലെ തന്നെയാണ്.